ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കെല്ലാം സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ പറയാനാണ് വന്നിരിക്കുന്നത്. ഈ ഇൻഫർമേഷൻ പലർക്കും അറിയാം, അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഇൻഫർമേഷൻ പറയുന്നത്. വെച്ചാൽ നിങ്ങളിപ്പം ഗോപ്രോൻ്റെ ആക്സസറീസോ മൊബൈലിൽ മെമ്മറി കാർഡോ ക്യാമറയിൽ മെമ്മറി കാർഡോ എന്തെങ്കിലും യൂസ് ചെയ്യുന്നെങ്കിൽ അവർക്കൊരു ചെറിയൊരു ഇൻഫർമേഷൻ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് വരാം. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് GoPro Hero 8 എന്ന് പറഞ്ഞ ഒരു GoPro ആണ് യൂസ് ചെയ്യുന്നത്. ഇതെൻ്റെ 7ാമത്തെ റീപ്ലേസ്മെൻറ്റ് ക്യാമറയാണ്. 6 പ്രാവശ്യം എനിക്ക് റീപ്ലേസ് ചെയ്ത് കിട്ടിയായിരുന്നു. ഓരോരോ ഇഷ്യൂസ് കാരണം ഞാൻ റീപ്ലേസ് ചെയ്ത് വാങ്ങിച്ചു. 1 വർഷം ശേഷവും എനിക്കത് പുതിയത് കമ്പനിയിൽ നിന്ന് റീപ്ലേസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. സ്ഥിരം കാണുന്നവർക്ക് ആ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ആ മുമ്പ് ചെയ്ത ആ GoPro റീപ്ലേസ്മെൻറ്റിൻ്റെ ആ ഒരു ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ GoProൻ്റെ ഒരു ആക്സസറീൻ്റെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, മെമ്മറി കാർഡിൻ്റെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് GoPro Hero 8ൻ്റെ ബാറ്ററിനെ പറ്റിയുള്ള കാര്യമാണ്. ഒരു 9 മാസം മുമ്പ് ഞാൻ 2 ബാറ്ററി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തുള്ളൊരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. 1800 രൂപയ്ക്കാണ് ഞാൻ ആ ബാറ്ററി വാങ്ങിച്ചത്. അത്യാവശ്യം ആയതുകൊണ്ടാണ് ഞാൻ ഈ അടുത്തുള്ള കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചത്. ഓൺലൈനിലും ഏകദേശം ആ റേറ്റൊക്കെ ഉള്ളൂ. അപ്പോഴത്തേക്കും ഞാനത് മേടിച്ചു. ഒരു ബാറ്ററി ബൾജായി പോയി. പിന്നെ രണ്ടാമതൊരു ബാറ്ററി കഴിഞ്ഞ 2 മാസം മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇന്ന് അകത്ത് വെച്ച് ബൾജായി ബാറ്ററി പുറത്തെടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. അപ്പോൾ ഇതൊരു പുതിയ ബാറ്ററിയാണ്. ഇത് Hero 8ൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ഇതിലൊരു ചെറിയൊരു ബാറ്ററി പുറത്തെടുക്കാനുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ഞാൻ ബാറ്ററി GoProൻ്റെ അകത്ത് ബാറ്ററി യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് നിന്ന് ബൾജ്. അപ്പോൾ ഞാൻ ഈ സംഭവം വലിച്ചപ്പോഴത്തേക്ക് ഈ സാധനം പൊട്ടി വന്നു. അപ്പോൾ ഈ ബാറ്ററീൻ്റെ ഈ ക്യാമറയ്ക്കകത്ത് ഈ ബാറ്ററി എടുക്കാൻ കുറേ കഷ്ടപ്പെട്ടു. അങ്ങനെ ഇരുന്ന് ഞാൻ പിന്നെ കഴിഞ്ഞതിൻ്റെ 2 മാസം മുമ്പ് ഒരു ട്രാവൽ വീണ്ടും പോയ സമയത്ത് ഞാനൊരു 3 ബാറ്ററിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ വാങ്ങിച്ച സ്ഥലത്ത് പോയി 2 ബാറ്ററീൻ്റെ ഇഷ്യൂസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് വിൽക്കാൻ മാത്രമേ ഉള്ളൂ, നമുക്ക് പെർമിഷൻ ചെയ്ത് റീപ്ലേസ് ചെയ്ത് കൊടുക്കാനൊന്നും ഒരു പെർമിഷൻ ഇല്ല, GoProയോട് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. ഞാൻ ഈ GoProൻ്റെ അടുത്ത് ഒരു 2 ആഴ്ച മുമ്പാണ് എനിക്ക് സമയം കിട്ടിയത്. ഞാൻ GoProയ്ക്ക് അടുത്ത് പറഞ്ഞു 9 മാസം മുമ്പ് ഞാൻ ഇതേപോലെ 2 ബാറ്ററി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് ബൾജായി സീനായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ബൾജായിരുന്നതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ അയച്ചു കൊടുത്തു. ബില്ല് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ 50 മാസം മുമ്പ് ഞാൻ മേടിച്ചതിൻ്റെ ആ ബില്ലുണ്ടായിരുന്നു. ബില്ല് അയച്ചു കൊടുത്തു. ഞാൻ നോക്കിയിട്ടൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് പുള്ളി കസ്റ്റമർ കെയർ കുറച്ച് കഴിഞ്ഞിട്ടപ്പോഴത്തേക്ക് അവർ ചാറ്റ് ചെയ്താണ് പറയുന്നത്. മൊത്തം ഈ ചാറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ചാറ്റ് ചെയ്തപ്പോഴത്തേക്കും അവർ പറഞ്ഞ് അവർക്ക് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് വഴി ലിഥിയം അയൺ ബാറ്ററീസ് ഷിപ്പ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ആൾറെഡി 3 ബാറ്ററി വാങ്ങിച്ചു, എന്തെങ്കിലും നിങ്ങളുടെ സൈഡിൽ നിന്ന് ഹെൽപ്പ് ഉണ്ടാവും എന്ന് വിചാരിച്ചു. കുറച്ച് കൺവീൻസ് ആവുന്ന രീതിയിലൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നമ്മൾ GoPro കമ്പനിയുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം കാരണം നിങ്ങൾക്ക് ഒരു ഓഫർ തരാം. അവരൊരു 3 ആക്സസറീസിൻ്റെ ഒരു ലിസ്റ്റ് തരും. ഏതെങ്കിലും ഒരു ആക്സസറി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, ഫ്രീ ആയിട്ട് അയച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 പ്രോഡക്ട്സിൻ്റെ ലിങ്ക് എനിക്ക് അയച്ചു തന്നായിരുന്നു. ഫസ്റ്റ് ലിങ്ക് എന്ന് വെച്ചാൽ ഹെഡ് മൗണ്ട് ഉണ്ടല്ലോ, നമ്മുടെ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്കും ഇവിടെ സ്ട്രാപ്പായിട്ട് വെക്കുന്ന GoProയ്ക്ക് ഇവിടെ വെക്കുന്ന ഒരു ഹെഡ് മൗണ്ട് ഉണ്ട്, അത് വേണമെന്ന് ചോദിച്ചു. പിന്നെ ഫ്ലോട്ടി ഉണ്ടല്ലോ, നമ്മളിപ്പം GoPro ആ ഒരു ഫ്ലോട്ടി എന്ന് പറഞ്ഞൊരു സ്റ്റിക്കാണ്. ആ സ്റ്റിക്കിൻ്റെ മുകളിൽ GoPro വെച്ചിട്ട് വെള്ളത്തിലിട്ട ആ ഫ്ലോട്ടി പൊങ്ങിക്കിടക്കും, GoPro താന്ന് പോകത്തില്ല, അതാണ് ഫ്ലോട്ടി. പിന്നെ ചെസ്റ്റ് മൗണ്ട്, നമ്മുടെ ചെസ്റ്റ് ട്രക്കിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാർ ബെൽറ്റൊക്കെ ഇട്ട് വണ്ടിയൊക്കെ ഓട്ടിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനത്തെ ഒരു ബെൽറ്റ് പോലത്തെ ഇട്ട് ക്യാമറ ഇവിടെ വെക്കുന്ന ഒരു ആക്സസറി ഉണ്ട്, അത് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ആൾറെഡി ഞാൻ ക്യാമറ മേടിച്ച സമയത്ത് എനിക്ക് ഈ ഹെഡ് മൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ബണ്ടിൽ പാക്ക് എന്ന് പറഞ്ഞൊരു പാക്കാണ് വാങ്ങിച്ചത് ആ സമയത്ത്. അപ്പോൾ ഹെഡ് മൗണ്ട് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹെഡ് മൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് വേണ്ട. പിന്നെ ഫ്ലോട്ടിയും പിന്നെ അല്ലാതെ GoProൻ്റെ കുറേ ആക്സസറീസ് വാങ്ങിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഫ്ലോട്ടി എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും എനിക്ക് വേണ്ട. പിന്നെ എൻ്റെ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ചെസ്റ്റ് മൗണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ചെസ്റ്റ് മൗണ്ട് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ശരി ഓക്കെ, ഷിപ്പിംഗ് അഡ്രസ്സ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഷിപ്പിംഗ് അഡ്രസ്സ് അയച്ചു കൊടുത്തു. അപ്പോൾ ഇന്ന് രാവിലെയാണ് എനിക്ക് ഈ GoProൻ്റെ ഒരു പാക്കേജ് വന്നത്. UPS കൊറിയർ വഴിയാണ് വന്നത്. ഇതിൻ്റെ അടുത്തുള്ള ഒരു കൊറിയർ സർവീസിലാണ് വന്നത്. അവർ വിളിച്ച് പറഞ്ഞു, ഞാൻ പോയി കളക്ട് ചെയ്തു, കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഞാൻ അതുവഴി അതിൻ്റെ അടുത്ത് ആ ഒരു കൊറിയർ സർവീസിൻ്റെ അടുത്തായതുകൊണ്ട് ഞാൻ പോയി കളക്ട് ചെയ്ത് കൊണ്ടുവന്നു. ആ ഒരു ബോക്സാണ് ഇത്. അവർ ഈ ഹെഡ് മൗണ്ട് ഫ്രീ ആയിട്ട് അയച്ചാണ്. ഈ ഒരു ബാറ്ററി ഇഷ്യൂ ഉള്ളതുകൊണ്ട് ബാറ്ററി അയച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് അവരൊരു സ്നേഹബന്ധം കൊണ്ട് അവരിന്ന് എനിക്ക് അയച്ചു തന്നാണ്. നമുക്കിത് അൺബോക്സ് ചെയ്ത് കാണാം.
ഇതേപോലെ ബോക്സ് ചെയ്യാൻ കുറേ പൊട്ടിക്കുന്ന വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അത് മറ്റേ GoPro റീപ്ലേസ് ചെയ്യുന്നതിൻ്റെ കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. എൻ്റെ അത് എന്തൊക്കെ ഉണ്ടെന്ന് ഏകദേശം എനിക്കറിയാം എന്തൊക്കെ ഉണ്ടെന്ന്. ഇതേപോലെ ഒരു പേപ്പറുണ്ട്, ഒരു വെള്ള കടലാസ് കുലുങ്ങാതിരിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ഒരു വെള്ള പേപ്പറാണിത്. പിന്നെ ഇതിൻ്റെ ഒരു ബില്ലല്ല, ഒരു ഇൻവോയ്സ് പോലത്തെ ഒരു പാക്കിംഗ് സ്ലിപ്പ്, എൻ്റെ അഡ്രസ്സും എന്തൊക്കെ മെറ്റീരിയൽസ് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പാക്കേജിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട്. പിന്നെ ഈ ഒരു സാധനം ഇതെനിക്ക് വന്ന് ചെസ്റ്റ് മൗണ്ട് തന്നെയാണ്, അത് നമുക്ക് നോക്കാം. പിന്നെ ഒരു ഹൂക്ക്, പിന്നെ ഒരു സ്ക്രൂ. ഇത്രയാണ് എനിക്ക് അവർ അയച്ചു തന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പൊട്ടിച്ച് കാണാം. കണ്ട ഇതാണ് ചെസ്റ്റ് മൗണ്ട്. ഇത് ഒറിജിനൽ GoProൻ്റെ ലോഗോ ഉള്ള ഒരു ചെസ്റ്റ് മൗണ്ട് തന്നെയാണ്. നമുക്കിത് ഇളക്കി കാണാം. കണ്ട ഇതാണ് ചെസ്റ്റ് മൗണ്ട്. നിങ്ങൾക്ക് അറിയാം ഇത് ജസ്റ്റ് നമ്മൾ എങ്ങനെയൊക്കെ ഇടും, എങ്ങനെ ഇങ്ങനെ ഇടുന്നൊരു സാധനമാണ്, ഇങ്ങനെ വെക്കുന്ന ഒരു സാധനമാണ്. ഇവിടെ നമ്മൾ ക്യാമറ GoPro വെക്കാൻ പറ്റും. നമുക്ക് എന്ത് ട്രക്കിങ്ങോ നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസിലോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ചെസ്റ്റ് മോഡാണിത്. നല്ല കംഫർട്ടബിൾ ആണ്. GoPro ഞാൻ വേറൊരു കൂട്ടുകാരൻ്റെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മെറ്റീരിയൽ വലിയ സുഖമൊന്നുമില്ല. ഇവിടെ ഒരു പൂറ മെറ്റീരിയലാണ്. ഇത് ഒറിജിനൽ ആയതുകൊണ്ട് നല്ല രസമുണ്ട്. ഇത് വിൽക്കാനും നമുക്കൊരു വലിയ അസ്വസ്ഥത ഒന്നും തോന്നുന്നില്ല. ഇത് കൊള്ളാം. 3000-3500 രൂപ വിലയുള്ള സാധനമാണ് കേട്ടോ ഇത് GoProൻ്റെ ഒറിജിനൽ ആണെങ്കിൽ. മറ്റേത് വേറെ തേർഡ് പാർട്ടി കമ്പനീസൊക്കെ ആണെങ്കിൽ 200 രൂപ 300 രൂപയ്ക്കും ഈ സാധനം കിട്ടും. ഇത് ഊരാനായിട്ട് ഇവിടെ നിന്ന് ഒരു ഉപ്പ് ഊരിയിട്ട് വേണമെങ്കിൽ ലൂസ് ചെയ്യാം. അപ്പം ഇതാണ് ചെസ്റ്റ് മൗണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ കൂടെ അവരൊരു ഹൂക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ ഒരു ക്യാമറ അതിൽ വെക്കാനായിട്ടുള്ള ഒരു ഹൂക്ക് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇതിൻ്റെ കൂട്ടത്തിൽ അയച്ചു തന്നതാണ് ഈ ഒരു സംഭവം. നമ്മുടെ റബ്ബർ ലോക്കൊക്കെ ഉള്ള ഒരു ഹൂക്കാണിത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്ക്രൂ അയച്ചു തന്നിട്ടുണ്ട്. കണ്ടോ, ഇത്രയൊക്കെയാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ഒരു 6-7 മാസം മുമ്പ് വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തതാണ്. പക്ഷേ ആ വീഡിയോ ഫയൽ കറക്റ്റ് ആയതുകൊണ്ടാണ് ആ വീഡിയോ ഇടാൻ പറ്റാത്തത്. അതെന്താണെന്ന് ഞാൻ പറയാം. നമ്മുടെ ഒരു GoProയിലൂടെ യൂസ് ചെയ്യുന്ന ഒരു ആക്സസറി ഉണ്ടല്ലോ, നമ്മുടെ 3-way ട്രൈപോഡ് എന്നൊക്കെ പറയും. ഇങ്ങനെ നൂത്തി വെച്ച് വ്ളോഗ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യും. പിന്നെ B-roll എടുക്കാനും സിനിമാറ്റിക് ഷോട്ട്സ് ഒക്കെ എടുക്കുന്ന ഒരു സ്റ്റിക്കുണ്ട്. ആ സ്റ്റിക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ സ്റ്റിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി. ചെറിയൊരു പൊട്ടലുണ്ടായിരുന്നു, യൂസ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പം ഞാൻ ഇതേപോലെ GoProനെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, അതേപോലെ ഒരു കണ്ടന്റ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്, അത്യാവശ്യം ചെറിയ വീഡിയോസൊക്കെ എടുക്കും, യൂട്യൂബിലൊക്കെ ഇടാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഈ ഒരു 3-way സ്റ്റിക്ക് എൻ്റെ ഇരുന്ന് ചീത്തയായി പോയി, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പറഞ്ഞു ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. പൊട്ടി എൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തു. ശരി, അപ്പം അവരൊരു പുതിയൊരു സ്റ്റിക്ക് എനിക്ക് തരാമെന്ന് പറഞ്ഞു. ബില്ലൊന്നും ചോദിച്ചില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു കൺവിൻസ് ആകുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു. അവർ അഡ്രസ്സൊക്കെ ചോദിച്ചു, അഡ്രസ്സൊക്കെ അയച്ചു കൊടുത്തു. അങ്ങനെ എനിക്ക് ആ സ്റ്റിക്ക് അവർ അയച്ചു തന്നു. പക്ഷെ വന്നത് ആ സമയത്ത് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു സ്റ്റിക്കാണ്. അത് ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നതിന് മുമ്പേ, ഇന്ത്യയിൽ വരുന്നതിന് മുമ്പേ ഈ സ്റ്റിക്ക് എൻ്റെ കൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സ്റ്റിക്കിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. സെയിം 3-way സ്റ്റിക്ക് തന്നെയാണ്, പക്ഷെ അതിൽ കുറേ പ്രത്യേകത ഉണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം. കേട്ടാ, ഇതാണ് ആ ഒരു 3-way ട്രൈപോഡ് സ്റ്റിക്ക് എന്നൊക്കെ പറയും. കാരണം ഇത് നമുക്കിങ്ങനെ നൂത്തുകയാണെങ്കിൽ നമുക്ക് വെച്ച് വ്ളോഗൊക്കെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യും. നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും ഈ ഒരു സ്റ്റിക്ക്. ഈ സ്റ്റിക്കിന് കുറേ പ്രത്യേകതയൊക്കെ ഉണ്ട്. ഇങ്ങനെ മടക്കി വെക്കാൻ പറ്റും. ഈ ഒരു സ്ക്രൂ ചെറിയ ടൈറ്റായിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് യൂസ് ചെയ്യാനും ലൂസ് ചെയ്യാനൊക്കെ കുറച്ചിത്. കണ്ട, ഇപ്പം നമുക്ക് സുഖമായിട്ട് കണ്ട. കാരണം ഈ ഒരു സ്റ്റിക്ക് കണ്ട, ഇങ്ങനെ വെച്ച് വ്ളോഗൊക്കെ ചെയ്യുന്ന ഒരു സ്റ്റിക്കാണിത്. നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. ഈ ഒരു സ്റ്റിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു സ്റ്റിക്കിൻ്റെ ഇവിടെ റബ്ബറാണ് കേട്ടോ. ഇവിടെയൊക്കെ റബ്ബർ ആയതുകൊണ്ട് നല്ല പിടിക്കാൻ നല്ല ഗ്രിപ്പൊക്കെ ഉണ്ട്. പിന്നെ പോരാത്തതിന് ഇവിടെ ഒരു സംഭവമുണ്ട്, ഒരു നോബ് പോലത്തെ സംഭവമുണ്ട്. ഈ നോബ് ലൂസ് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ ആ പോർട്രേറ്റ് മോഡിൽ വീഡിയോ എടുക്കാൻ പറ്റും. എങ്ങനെ വേണമെങ്കിൽ തിരിച്ച് വെച്ച് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ പറ്റും. മുമ്പിരുന്ന 3-way സ്റ്റിക്കിൽ ഈ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അത് മൂവബിൾ അല്ല, ഇങ്ങനെ സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കും. പക്ഷേ ഇത് ലൂസ് ചെയ്താൽ നമുക്കിത് കറക്കാനൊക്കെ പറ്റും. നല്ലൊരു സംഭവമാണ്. അവർ ലേറ്റസ്റ്റ് മോഡലാണ് അയച്ചത്. പിന്നെ വേറൊരു പ്രത്യേകത വെച്ചാൽ ഇതിൽ തന്നെ ട്രൈപോഡ് വരുന്നുണ്ട്. കണ്ട,
ട്രൈപോഡ് വരുന്നുണ്ട്. ഇത് നല്ല യൂസാണ് കേട്ടോ. ഇങ്ങനെ വെച്ച് നമ്മളിപ്പം വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ദൂരോട്ടുള്ള ഫീല് കിട്ടും. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഷോട്ടിയാണ്. ഈ ഷോട്ടി ഗോപ്രോൻ്റെ ഒറിജിനൽ ഷോട്ടി തന്നെ. ഇത് ഞാൻ ബണ്ടിൽ പാക്കേജ് വാങ്ങിച്ചപ്പോഴത്തേക്കും ക്യാമറ മേടിച്ചപ്പോൾ തന്നെ കൂടെ കിട്ടിയത് തന്നെയാണ്. ഇത് കിട്ടി, ഒരു ഹെഡ് മൗണ്ട് കിട്ടി, ഒരു എക്സ്ട്രാ ഒരു 32 GB മെമ്മറി കാർഡ് കിട്ടി. ആ 32 GB മെമ്മറി കാർഡിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ ഈ ഒരു ഷോട്ട് നിങ്ങൾക്കറിയാം, ഇത്രേ പൊക്കാൻ പറ്റുള്ളൂ. ഇതാ മാക്സിമം ഇത്രേ പൊക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ചെറിയൊരു ട്രൈപോഡ് ഉണ്ട്, ഇത്രയും ഒരു ഹൈറ്റ് കിട്ടത്തുള്ളൂ. പക്ഷെ അത്യാവശ്യം കൊണ്ട് നടക്കാനൊക്കെ എളുപ്പമാണ്. ഇങ്ങനെ വെച്ച് വ്ളോഗ് ചെയ്യാനൊക്കെ അത്യാവശ്യം കൊള്ളാം. പക്ഷെ ഇത് കുറച്ചും കൂടെ യൂസാണ്, കുറച്ച് വലുതാണെന്നേ ഉള്ളൂ. ഇങ്ങനെ വെച്ച് ക്യാമറയിൽ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ നീളത്തിൽ കിട്ടണമെങ്കിൽ ഇങ്ങനെ നീക്കി വെച്ച് നമുക്ക് വീഡിയോ എടുക്കാം. പിന്നെ നമുക്ക് സിനിമാറ്റിക് ഷോട്ട്സ് ഒക്കെ എടുക്കാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വെച്ച് നമുക്ക് ക്യാമറ ഇവിടെ വെച്ചിട്ട് സിനിമാറ്റിക് ഷോട്ട്സ്, ബി റോള്, ഇതൊക്കെ ഇങ്ങനെ നമുക്ക് ഒരു ഫ്ലോയിൽ നമുക്ക് എടുക്കാൻ പറ്റും. നല്ല യൂസ് ആയിട്ടുള്ള ഒരു സാധനമാണിത്. ഇതെനിക്ക് അയച്ചു തന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം വെച്ചാൽ ഇത് നല്ല വിലയുണ്ട്. ഇത് പക്ഷെ അതിൻ്റെ പകുതി വിലയേ ഉള്ളൂ മറ്റേ പഴയ മോഡലിന്. അത് വെച്ച് നോക്കണമെങ്കിൽ ഇത് നല്ല ലേറ്റസ്റ്റ് മോഡലാണ്, യൂസാണിത്. അപ്പോൾ ഇത് അവരെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു ജെ ഹൂക്കും കൂടെ ചോദിച്ചായിരുന്നു. ഇതിൽ ഫിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഹൂക്കും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ കൂട്ടത്തിൽ ജെ ഹൂക്ക് വരത്തില്ല, നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ്. അത് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ജെ ഹൂക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു അത് ഞാൻ പൊട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ജെ ഹൂക്കും കൂടെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഗോപ്രോൻ്റെ ഒറിജിനൽ ജെ ഹൂക്കാണ് ഇത് മാത്രമായിട്ട് സ്പെഷ്യൽ ബോക്സിലാണ് വന്നത്. നേരത്തെ പൊട്ടിച്ച ബോക്സ് ഇതിന് വേണ്ടി മാത്രം ഒരു ബോക്സ് ആയിട്ടാണ് വന്നത്. ഈ ബോക്സും ഇതിനൊരു ബോക്സ്, 2 ബോക്സും കൂടെ ഒന്നിച്ചാണ് ഞാൻ കളക്ട് ചെയ്തത്. അപ്പോൾ ഇതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ മെമ്മറി കാർഡിനെ പറ്റി പറയാനാണ്. മെമ്മറി കാർഡ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് സാൻഡിസ്ക് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. സാൻഡിസ്ക് അൾട്ര എന്ന് പറഞ്ഞ മോഡലും സാൻഡിസ്ക് എക്സ്ട്രീം എന്ന് പറഞ്ഞ മോഡൽ മെമ്മറി കാർഡ്സാണ് യൂസ് ചെയ്യുന്നത്. അൾട്ര എന്ന് പറയുന്നത് മൊബൈൽസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. സാൻഡിസ്ക് എക്സ്ട്രീം പ്രോ എന്ന് പറഞ്ഞ മോഡൽ മെമ്മറി കാർഡ്സ് യൂസ് ചെയ്യുന്നത് ഗോപ്രോയിൽ, ഇൻസ്റ്റാ 360യിൽ, DSLR അങ്ങനെ കുറച്ച് റെക്കോർഡിങ്സ് ആയിട്ടുള്ള സംഭവത്തിലാണ്. 4K റെക്കോർഡിങ്സ് ഒക്കെ ചെയ്യുന്ന ഡിവൈസസിലാണ് പൊതുവെ സാൻഡിസ്ക് എക്സ്ട്രീം പ്രോ മെമ്മറി കാർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഞാൻ ഈ ഗോപ്രോ മേടിച്ചപ്പോഴത്തേക്കും കൂടെ ഒരു 32 GB ഒരു മെമ്മറി കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സാൻഡിസ്ക് എക്സ്ട്രീം എന്ന് പറഞ്ഞ മോഡലാണ് അത്. അപ്പം ഞാനത് കുറേ നാൾ യൂസ് ചെയ്ത ശേഷം ഈ മെമ്മറി കാർഡ് ഇടുന്ന സമയത്ത് മെമ്മറി കാർഡ് എറർ എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്കാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മെമ്മറി കാർഡ് എറർ എന്ന് പറഞ്ഞ് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ മെമ്മറി കാർഡ് മാറ്റിയിട്ട് ഞാൻ 128 GB ഒരു മെമ്മറി കാർഡാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഇഷ്യൂസ് ഒന്നുമില്ല, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നാൾ മുമ്പ്, ഒരു മാസം മുമ്പ് ഞാൻ ഇതേപോലെ കുറച്ച് നെറ്റിലൊക്കെ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ഈ സാൻഡിസ്കിൻ്റെ മെമ്മറി കാർഡ് 5 വർഷത്തിൻ്റെ ഇടയിൽ ഇഷ്യൂസ് ആയാൽ നമുക്ക് റീപ്ലേസ് ചെയ്ത് കിട്ടുമെന്ന് പറഞ്ഞൊരു വിവരം കിട്ടി. അങ്ങനെ ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് മനസ്സിലാക്കിയപ്പോഴത്തേക്കും നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ 32 GB മെമ്മറി കാർഡ് എൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 3 വർഷം മുമ്പ് എൻ്റെ ഒരു സാൻഡിസ്ക് അൾട്ര എന്ന് പറഞ്ഞൊരു മെമ്മറി കാർഡ്, ഒരു 64 GB ഒരു മെമ്മറി കാർഡ്, മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരു മെമ്മറി കാർഡ് ഇതേപോലെ കറപ്റ്റായി. ഇടയ്ക്കിടയ്ക്ക് അത് എടുക്കുകയുള്ളൂ, ചിലപ്പോൾ ഫോർമാറ്റ് ചെയ്ത് യൂസ് ചെയ്തിട്ടൊക്കെ ആ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് ഞാനടുത്ത് കളഞ്ഞിട്ടൊന്നുമില്ല, ജസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഉപയോഗിക്കുന്നൊന്നുമില്ലായിരുന്നു. അപ്പം ഈ 2 മെമ്മറി കാർഡും കൂടെ റീപ്ലേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ പറയുന്ന സാൻഡിസ്കിൻ്റെ വെബ്സൈറ്റിൽ നമുക്കിത് ക്ലെയിം ചെയ്യാൻ പറ്റും. അങ്ങനെ ക്ലെയിം ചെയ്ത് പിന്നെ വേറെ കാര്യം വെച്ചാൽ ബില്ല് വേണം. നമ്മളിപ്പോൾ ഓഫ്ലൈൻ മാർക്കറ്റിലാണ് മെമ്മറി കാർഡ് മേടിക്കുന്നെങ്കിൽ നമ്മൾ ആ ബില്ല് സൂക്ഷിക്കണം. ഓൺലൈൻ ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെ വല്ല സൈറ്റിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ ബില്ല് സൂക്ഷിക്കുന്ന കാര്യമില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആ സൈറ്റിൽ കയറിയിട്ട് ഓർഡേഴ്സിൽ കയറി നമുക്ക് ആ ബില്ല് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ കടയിൽ പോയാണ് വാങ്ങിക്കുന്നതെങ്കിൽ ബില്ല് സൂക്ഷിക്കാൻ മറക്കരുത്. ഞാൻ എപ്പോഴും ഓഫ്ലൈൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന എന്ത് സാധനത്തിൻ്റെ ബില്ലും ഞാൻ സൂക്ഷിച്ചു വയ്ക്കും. അപ്പോൾ അന്ന് വാങ്ങിച്ച ബില്ലും എൻ്റെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ബില്ലൊക്കെ വെച്ച് ഞാൻ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ വാറണ്ടി റീപ്ലേസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് നന്ദൻകോടിൻ്റെ ഇവരുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കൊണ്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് മെയിൽ വന്നു. ഈ നന്ദൻകോട് അവർക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്. ആ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അഡ്രസ്സും കൂടെ തന്നിട്ട് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ 2 മെമ്മറി കാർഡും ആ ഒരു പേപ്പറും മെയിലും ഉണ്ടായിരുന്ന ഒരു പേപ്പർ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊണ്ട് കൊടുത്തു. 64 GB അൾട്ര മെമ്മറി കാർഡ് അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പം തന്നെ അവർ റിപ്ലേസ് ചെയ്ത് തന്നു. പക്ഷേ 32 GB എക്സ്ട്രീം എന്ന് പറഞ്ഞ മെമ്മറി കാർഡ് അവരുടെ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ, കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മെമ്മറി കാർഡ് വാങ്ങിച്ച് ഞാൻ തിരിച്ചു വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു മെമ്മറി കാർഡ് വന്നിട്ടുണ്ട്, വന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ആ മെമ്മറി കാർഡ് ഞാൻ പോയി കളക്ട് ചെയ്തു. 32 GB എക്സ്ട്രീമും 64 GB അൾട്രയും ഇതെനിക്ക് ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്ത് കിട്ടിയതാണ്. ആ മെമ്മറി കാർഡ് കളഞ്ഞിരുന്നെങ്കിൽ എനിക്കിത് റീപ്ലേസ് ചെയ്ത് കിട്ടുമായിരുന്നു.
നമ്മൾ കുറച്ച് നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യമായിരുന്നു. ഞാനിപ്പോൾ അടുത്ത കാലത്താണ് ഈ മെമ്മറി കാർഡ് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മെമ്മറി കാർഡ് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഇടാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടെ ഫോർമാലിറ്റീസ് കുറയും. നമ്മളൊരു പുതിയ മെമ്മറി കാർഡ് വാങ്ങിച്ച് ആ ഒരു വെബ്സൈറ്റിൽ കയറി നമുക്ക് ആ ഒരു മോഡൽ നമ്പർ വെച്ച് നമുക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് ആദ്യമേ ഇടാൻ പറ്റും. അപ്പം നമുക്കിപ്പം എളുപ്പമാണ്, കുറച്ചും കൂടെ വാറണ്ടി ക്ലെയിം ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മെമ്മറി കാർഡ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ കളയരുത്. ബില്ലും അതും ഉണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്ത് കിട്ടും. 5 വർഷം വരെ മെമ്മറി കാർഡ് മാറ്റി കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്. കണ്ട, എനിക്ക് 2 മെമ്മറി കാർഡ്. ഇത് ആക്ച്വലി പുതിയത് തന്നെയാണ്, പക്ഷേ വാറണ്ടി യൂണിറ്റ് ആണിത്. കണ്ട, ഇതിൽ എഴുതിയിട്ടുണ്ട് ഫ്രീ വാറണ്ടി റീപ്ലേസ്മെൻറ്റ് നോട്ട് ഫോർ സെയിൽ. കണ്ട, ഇതിൽ എഴുതിയിട്ടുണ്ട് ഫ്രീ വാറണ്ടി റീപ്ലേസ്മെൻറ്റ് നോട്ട് ഫോർ സെയിൽ. കണ്ട, ഞാനത് യൂസ് ചെയ്തിട്ടൊന്നുമില്ല, പൊട്ടിച്ചിട്ടൊന്നുമില്ല. ഒരാഴ്ചയായി വന്നിട്ട്. ഈ ഒരു 32 GB എക്സ്ട്രീം ഒരു എക്സ്ട്രാ സ്റ്റോറേജ് ആയിട്ട് വെക്കാന്ന് വെച്ചാൽ എവിടെയെങ്കിലും ട്രാവൽ പോകുന്ന സമയത്ത് ഇത് എക്സ്ട്രാ വയ്ക്കുക. അത് ഫില്ലാവണമെങ്കിൽ ഇതും കൂടെ അങ്ങ് യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചൊക്കെയാണ്. അങ്ങനത്തെ ഒരു അവസരം കിട്ടിയിട്ടില്ല. അപ്പം ആ ഒരു മെമ്മറി കാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ 64 GB മെമ്മറി കാർഡ് കിട്ടിയിട്ടുണ്ട്. അഡാപ്റ്ററുണ്ട്. ഇത് ഫോണിലൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഫാൻ ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് നിന്ന് വേർക്കുന്നത്. ഫാൻ ഇട്ടാൽ അതിൻ്റെ സൗണ്ട് ഈ വീഡിയോയിൽ പിടിക്കും, ഒരു മുടക്കുമായിരിക്കും. അതുകൊണ്ടാണ് ഫാൻ ഇടാതെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഞാനിന്ന് വേർക്കുന്നു. ഡോണ്ട് ഫീൽ ബാഡ്. അപ്പോഴത്തേക്കും പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ബാക്കിയുള്ള വീഡിയോസും കൂടെ കാണാൻ ശ്രമിക്കണം. ഞാൻ ട്രാവൽ വീഡിയോസ്, വെഹിക്കിൾ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ചെറിയ എനിക്കറിയാവുന്ന ചെറിയ ഇൻഫർമേഷൻ വീഡിയോസൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ ഈ ചാനലിൽ കൂടെ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ കൂടെയുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താലേ ഞാൻ തുടർന്നിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല. ഇനി അടുത്തൊരു വീഡിയോ ഇട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ ഗുഡ് ബൈ ഫ്രം ജിതിൻ. ടാറ്റ.